ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്താ സ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ ടോപ്പിക്കാണ് സേവനത്തിൽ സദാ ഭാരരഹിതം. ഇന്നത്തെ അവ്യക്ത സൂചന: സദാ ഡബിൾ ലൈറ്റ് എന്ന് മനസ്സിലാക്കി സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. എത്രത്തോളം സേവനത്തിൽ ഭാരരഹിതമാകുന്നു അത്രയും സഹജമായും പറക്കാനും മറ്റുള്ളവരെ പറക്കാൻ സഹായിക്കാനും സാധിക്കും. ഡബിൾ ലൈറ്റായി സേവനം ചെയ്യുക, ഓർമ്മയിലിരുന്ന് സേവനം ചെയ്യുക, ഇതുതന്നെയാണ് സഫലതയുടെ ആധാരം. എത്ര തന്നെ ശബ്ദവും എത്ര തന്നെ തമോഗുണ അന്തരീക്ഷവും ഉള്ളതായിക്കോട്ടെ, എന്നാൽ സൈലൻസിൻ്റെ ശക്തിയിലൂടെ വ്യർത്ഥത്തെ സമാപ്തമാക്കുന്നതിനാൽ ശ്രേഷ്ഠസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ നമുക്ക് സദാ റെസ്റ്റിൻ്റെ അനുഭൂതി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മോഹിനി ദീദിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ബ്രാഹ്മണ ജന്മവും സേവനവും രണ്ടും സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ബാബയുടേതായി തീർന്നു. ജ്ഞാനം കേൾക്കുക, യോഗം ചെയ്യുക, അതിനെ ജീവിതത്തിൽ ധാരണ ചെയ്യുക, ഇതിനോടൊപ്പം തന്നെ സേവനവും നടന്നുകൊണ്ടിരിക്കും. താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഇപ്പോൾ ജ്ഞാനത്തിൽ വന്നു, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം മുതൽ ആരംഭത്തിൽ സേവനം ചെയ്യുമ്പോൾ ബാബയുടെ പരിചയം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അതുപോലെ എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ദൈവിക ഗുണങ്ങൾ ധാരണയും ചെയ്യാറുണ്ട്. അപ്പോൾ ഭാരരഹിതമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് 7 ദിവസത്തെ കോഴ്സ്, അങ്ങനെ എന്ത് തന്നെ നമ്മൾ കേട്ടാലും മുഴുവൻ ജ്ഞാനവും നമ്മൾ എത്രത്തോളം കേട്ടോ അത് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സേവനമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അംഗമായി തീർന്നിരിക്കുകയാണ്, ഒരു ഭാഗമായി. സർവീസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് മൻമോഹനി ദീദി പറയാറുണ്ട്. സർവീസ് അർത്ഥം ഒരു ജോബ് പോലെയായി തീർന്നു. ഇന്ന് സേവനം പലരും ജോബ് പോലെ ചെയ്യുന്നവരുമുണ്ട്. ഇപ്പോൾ പതുക്കെ പതുക്കെ സേവനത്തിൻ്റെ യാത്രയും കുറച്ച് വ്യത്യസ്തമായി പോകാൻ ആരംഭിച്ചു. ആദ്യം കുറച്ച് സമയമെടുക്കുമായിരുന്നു ജ്ഞാനം കേൾപ്പിക്കുന്നതിലും, അതുപോലെ നമുക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് സമയമെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് പഠിക്കണം, കുറച്ച് വിവേകം ലഭിക്കണം, വിവരം ലഭിക്കണം, ജ്ഞാനം ലഭിക്കണം എന്നുള്ള തോന്നൽ വരുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴത്തെ സേവനത്തിൻ്റെ ഗതി കുറച്ച് വ്യത്യസ്തമാണ്. 2 പ്രകാരത്തിൽ ചിലപ്പോൾ സേവനം ചെയ്യും. ഒന്ന്, പ്രോഗ്രാം ചെയ്യണമെന്നുള്ള ടെൻഷനോട് കൂടിയിട്ടായിരിക്കും സേവനം ചെയ്യുക. ടെൻഷൻ എടുത്തുകൊണ്ട് സേവനം ചെയ്തു കഴിഞ്ഞാൽ അത് സേവനമാവുകയില്ല. ഭാരരഹിതമായി സന്തോഷത്തോടെ വേണം സേവ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ സ്വയം പറക്കാനും മറ്റുള്ളവരെ പറക്കാൻ സഹായിക്കാനും സാധിക്കും. അതിനാൽ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്ക് നോക്കൂ. സേവനത്തിൻ്റെ ഭാരമൊന്നും നമുക്കില്ലല്ലോ. സേവനം അർത്ഥം കേവലം ജ്ഞാനം കേൾപ്പിക്കുന്നത് മാത്രമല്ല, കർമ്മയോഗവും കൂടിയാണ്. ചില മാതാക്കളുണ്ട്, അവർ ഭക്ഷണമുണ്ടാക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എത്ര ഉണർവും ഉത്സാഹത്തോടെയാണ് അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാലും ഇല്ല ഞങ്ങൾക്ക് ചെയ്യാൻ അനുവാദം നൽകൂ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ സേവനമർത്ഥം കർമ്മയോഗമാണ്. മമ്മ ചില സമയത്ത് പറയാറുണ്ട്, ചിലരോട് ടോളി ഉണ്ടാക്കാൻ പഠിക്കാൻ പറഞ്ഞാൽ അവർ പറയും അത്രേ, ഞങ്ങൾ പഠിക്കാൻ ആരംഭിച്ചാൽ പിന്നെ ഈ കാര്യം ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചാലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കണ്ട എന്ന് പറയും. ആരംഭത്തിൽ നമ്മൾ യജ്ഞത്തിലേക്ക് വന്ന സമയത്ത് നമുക്കാർക്കും ഒന്നും തന്നെ അറിയുമായിരുന്നില്ല ചെയ്യാൻ. എന്തുകൊണ്ടെന്നാൽ നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിലേ യജ്ഞത്തിലേക്ക് വന്ന കുട്ടികളായിരുന്നു. അപ്പോൾ സെൻറ്ററിൽ നിൽക്കാൻ പോയ സമയത്ത് ചിലപ്പോൾ മമ്മ വരും. അപ്പോൾ മമ്മയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഭക്ഷണമായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു സ്പെഷ്യൽ ടോളിയുണ്ട്, മോഹൻദാൽ എന്ന് പറയും. അപ്പോൾ അത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ടോളിയാണ്. ഞങ്ങൾ ഉണ്ടാക്കാനായിട്ടും പഠിക്കാനായിട്ടും ആരംഭിച്ചു. പിന്നെ പാലിൻ്റെ പേട ഇതുണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കണമായിരുന്നു. അന്നത്തെ സമയത്ത് ഞങ്ങൾ പഠിച്ചിരുന്നു. ഇതെല്ലാം കുറച്ച് കൂടുതൽ തന്നെ അന്ന് ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു.
അന്ന് ഞങ്ങൾ പഠിച്ചു അത്. അപ്പോൾ മമ്മ പറഞ്ഞു, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് ചിലർ പഠിക്കുകയില്ല, ഞങ്ങൾക്ക് ചെയ്യാനേ അറിയില്ല എന്ന് പറയും. എന്തുകൊണ്ടെന്നാൽ അവർക്കത് ഒരു ഭാരമായിട്ട് തോന്നുകയാണ്. സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നു? യജ്ഞസേവനം, ഏത് പ്രകാരത്തിലുള്ള സേവനമാണെങ്കിലും സന്തോഷത്തോടെ ചെയ്യണം. 2-3 ദിവസം മുൻപ് രമേഷ് ഭായിജിയുടെ അനുഭവത്തിൽ പറഞ്ഞിരുന്നു, ബാബയുടെ യുഗളിനോട് ഒരിക്കൽ ചോദിച്ചിരുന്നത്രേ, താങ്കൾ എന്ത് സേവനമാണ് യജ്ഞത്തിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പാത്രം കഴുകുന്ന സേവനം ചെയ്തോളാം എന്നാണ്. ഒന്ന് ഉള്ളുകൊണ്ട് കർമ്മയോഗത്തോടെ ചെയ്യുക, പിന്നെ ഒന്ന് ഭാരിച്ച അവസ്ഥയിൽ ചെയ്യുക. ഭാരിച്ച അവസ്ഥയിൽ ചെയ്യുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഉണർവ്, ഉത്സാഹം കുറയും. എന്ത് തന്നെ ചെയ്താലും ടെൻഷൻ പാടില്ല ചെയ്യുകയാണെങ്കിലും. സ്വാഭാവിക രൂപത്തിൽ സ്നേഹത്തോടെ ഭാവനാപൂർവം ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ അതിൻ്റെ സഫലത ലഭിക്കുക തന്നെ ചെയ്യും. ബാബ ഭാരം ബാബയ്ക്ക് നൽകാനല്ലേ പറയുന്നത്? സ്വയത്തെ ഡബിൾ ലൈറ്റ് എന്ന് മനസ്സിലാക്കി സേവനം ചെയ്യാനായിട്ടാണ് ബാബ പറയാറുള്ളത്. എത്രത്തോളം സേവനത്തിൽ ഭാരരഹിത അവസ്ഥ കൈവരിക്കുന്നു, അതിനനുസരിച്ച് സ്വയം പറക്കാൻ സാധിക്കും, മറ്റുള്ളവരെ പറക്കാൻ സഹായിക്കാനും സാധിക്കും. അപ്പോൾ ഡബിൾ ലൈറ്റ് ആയിത്തീർന്ന സേവനം ചെയ്യുക, ഓർമ്മയിൽ ഇരുന്നുകൊണ്ട് സേവനം ചെയ്യുക. ഇത് തന്നെയാണ് സഫലതയുടെ ആധാരം. എത്രത്തോളം ശബ്ദത്തിൻ്റെ അന്തരീക്ഷമായിക്കോട്ടെ, തമോ ഗുണി വാതാവരണം ചുറ്റുമുണ്ടായിക്കോട്ടെ, സൈലൻസിൻ്റെ, ശാന്തിയുടെ ശക്തിയിലൂടെ വേസ്റ്റിനെ ബെസ്റ്റിലേക്ക് പരിവർത്തനപ്പെടുത്തുക. ഇതിലൂടെ സദാ റെസ്റ്റിൻ്റെ അനുഭൂതി നമുക്കുണ്ടാകും. സ്ഥിതി വളരെ നല്ലതാകും. സ്ഥിതി നല്ലതാകുന്നതിലൂടെ ഏത് കാര്യം ചെയ്യുമ്പോഴും റെസ്റ്റ് ലഭിക്കുന്നത് പോലെ തന്നെ വിശ്രമത്തോടെ ചെയ്യാം. സർവ്വതും ചെയ്യുന്നുണ്ട്, പക്ഷേ ക്ഷീണത്തിൻ്റെ അനുഭൂതി തോന്നുകയില്ല. റെസ്റ്റിൻ്റെ, വിശ്രമത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. അതിനാൽ 1 വർഷത്തിൻ്റെയോ 1 ദിവസത്തിൻ്റെയോ കാര്യമല്ല സേവനം, മുഴുവൻ ജീവിതമാണ് സേവനം. എങ്ങനെയാണോ ബ്രഹ്മബാബ അവസാനം വരെ കുട്ടികളുടെ സംരക്ഷണം, കുട്ടികളുടെ പാലന, അന്തിമ ശ്വാസം വരെയും ചെയ്തു. എല്ലാ പ്രകാരത്തിലുള്ള പാലനയും ചെയ്തു. കേവലം ജ്ഞാനം കേൾപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും ചപ്പാത്തി, അതുപോലെ ചോറ്, അതുപോലെ ദാൽ, പരിപ്പ് കറി എല്ലാം നൽകിയിരുന്നു, ഭക്ഷണവും നൽകിയിരുന്നു. നമ്മളും സേവനം ചെയ്യുന്ന സമയത്ത് സഹയോഗികളായിട്ടുള്ള കുട്ടികളർത്ഥം അവരിൽ നിന്ന് പ്രേരണ ലഭിക്കണം. ബാബയുടെ കാര്യമാണ്, യജ്ഞത്തിൻ്റെ കാര്യമാണ്, യജ്ഞത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന സ്മൃതിയായിരിക്കണം. ഇത് മുഴുവൻ ജീവിതത്തിൻ്റെയും കാര്യമാണ് സേവനം. അങ്ങനെയെങ്കിൽ മാത്രമേ ഭാരരഹിതാവസ്ഥ ഉണ്ടാകുകയുള്ളൂ. സ്വയം ഉണർവിലും ഉത്സാഹത്തിലും ഇരുന്നുകൊണ്ട് മറ്റുള്ളവർക്കും പ്രേരണ നൽകാൻ സാധിക്കും. ബാബയുടെ ഈ ഒരു കാര്യത്തെ നമ്മൾ സ്മരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസത്തെ ദിനചര്യയിൽ ഡബിൾ ലൈറ്റായിരിക്കേണ്ട അറ്റൻഷൻ നൽകാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ സ്ഥിതിയിലിരിക്കുന്നുണ്ടാകും. ഒന്നുകൂടി അറ്റൻഷൻ വെച്ചാൽ ഭാരരഹിതാവസ്ഥ ഉണ്ടാകും, വ്യർത്ഥം അവസാനിക്കും, ബെസ്റ്റാവും. വേസ്റ്റ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബെസ്റ്റാവും. ഇതിലൂടെ റെസ്റ്റിൽ ആണെന്നുള്ള, വിശ്രമത്തിലാണെന്നുള്ള അനുഭൂതിയും ഉണ്ടാകും. ഓം ശാന്തി.